കൊട്ടിക്കലാശത്തിൽ മാരകായുധങ്ങളുമായി UDF പ്രവർത്തകർ ഇന്നലെ മലപ്പുറം തന്നലിലായിരുന്നു സംഭവം. മരം മുറിക്കുന്ന വാളും യന്ത്രവും പ്രവർത്തിപ്പിച്ചായിരുന്നു ഇന്നലത്തെ കൊട്ടിക്കലാശം. തന്നല പഞ്ചായത്ത് 15-ാം വാർഡിലെ കൊട്ടിക്കലാശത്തിലാണ് ഭീതിപ്പെടുത്തുന്ന ഈ കാഴ്ച. കുട്ടികളടക്കം നിരവധി ആളുകൾക്കിടയിലാണ് മരം മുറിക്കുന്ന വാളും യന്ത്രവും അപകടകരമായി ഉപയോഗിച്ചത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, സാധാരണ കുട്ടിക്കലാശത്തിൽ വാദ്യമേളങ്ങളും മറ്റ് ആഘോഷങ്ങളും പാട്ടും ഡാൻസും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ ഈ മാരകായുധങ്ങളുമായി എത്തുന്നു, മരം മുറിക്കുന്ന വാളും യന്ത്രവും മറ്റു ഉപകരണങ്ങളും കൊണ്ടുവരുന്നു. അതൊരു കൊച്ചിൻ്റെ അടുത്താണിത് ഉപയോഗിക്കുന്നത്. എന്ത് അപകടവും സംഭവിക്കാം. യഥാർത്ഥത്തിൽ ഇത് എന്തിനാണ് അവർ കൊണ്ടുവന്നത്? ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണോ? ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്? ഇന്നലെ വൈകുന്നേരമാണ് തെന്നല പഞ്ചായത്തിലെ 15-ാം വാർഡിൽ കുട്ടിക്കലാശത്തിനിടെ ഈ മരം മുറിക്കുന്ന യന്ത്രം UDF പ്രവർത്തകർ കൊണ്ടുവന്നത്. ഇത് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് UDF പ്രവർത്തകർ ഇത് ആവേശത്തിൽ ഈ ശബ്ദമുണ്ടാക്കുന്നതിന് വേണ്ടി, നമ്മളിപ്പോൾ കുട്ടിക്കലാശത്തിൻ്റെ ദിവസം സൈലൻസർ മാറ്റിയ ബൈക്കും അതേപോലെ കാറുകളൊക്കെ ഉപയോഗിച്ച് വലിയ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ആളുകളെയൊക്കെ ഞെട്ടിച്ച് കുട്ടിക്കലാശത്തിൽ യുവാക്കൾ ആഘോഷിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ വലിയ ശബ്ദമുണ്ടാക്കി കുട്ടിക്കലാശ ദിവസം ആഘോഷമാക്കാനാണ് ഇത് കൊണ്ടുവന്നത് എന്നാണ് UDFിൻ്റെ പ്രവർത്തകർ പറയുന്നത്. ഇത് അപകടമുണ്ടാകാതിരിക്കാൻ അതിൻ്റെ ചെയിനും മറ്റ് മൂർച്ചയേറിയ ഭാഗങ്ങളൊക്കെ മാറ്റിയിരുന്നുവെന്നും വെറും ശബ്ദം മാത്രമാണ് ഇതുപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നത് എന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ അത് എന്ത് തന്നെ വാദിച്ചാലും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത് ഒരു കുട്ടിയുടെ അടുത്ത് നിന്നാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇവർ അപകടം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ അപകട സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുമായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരു കാരണത്താൽ പോലീസ് ഇതിൽ കേസെടുത്തിട്ടില്ല. പ്രായപൂർത്തിയാവാത്തവരാണ് ഈ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടത്. അത് വെറും ആവേശത്തിൻ്റെ മുകളിൽ ചെയ്തതാണ്, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിൽ ചെയ്തതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ LDF പ്രവർത്തകർ നേരത്തെ പരാതിപ്പെടുമെന്ന് പറഞ്ഞെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇടതുപക്ഷക്കാരും ഉള്ളത്. കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അത് പരാതിയുമായി പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മറ്റ് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും എന്നുള്ളതുകൊണ്ട് അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനും തയ്യാറായിട്ടില്ല. എന്നാണെങ്കിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കുമെന്നാണ് തിരുവങ്ങാടി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ കൂടുതൽ ശേഖരിച്ച് പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കെതിരെ ആയതുകൊണ്ട് തന്നെ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നൊരു കാര്യവും പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു താക്കീത് ആവശ്യമല്ലേ? ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അവർ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ പ്രാദേശിക നേതാക്കൾ, അവർ മറുപടി പറയേണ്ടതില്ല. ഇത് ഒരു തമാശയ്ക്ക് കൊണ്ടുവന്നതല്ല, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് മുതിർന്നവരുണ്ടെങ്കിൽ അവിടെ വിലക്കേണ്ടതാണ്. കാരണം എന്തും അപകടവും സംഭവിക്കാനുള്ളൊരു സാഹചര്യം പോലുമുണ്ട്. എന്താണ് UDF നേതൃത്വം, പ്രാദേശിക നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? UDFകാർ പറയുന്നത് ഇതൊരു കുട്ടികൾക്ക് സംഭവിച്ച ഒരു അബദ്ധം എന്ന രീതിയിലാണ് അവർ അതിനെ ന്യായീകരിക്കുന്നത്. കാരണം മുതിർന്ന നേതാക്കളെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല. ഈ ഒരു ആഘോഷത്തിൻ്റെ ഇടയിലായിരുന്നു, കുട്ടിക്ലാസിൻ്റെ ഇടയിലായിരുന്നു സംഭവിച്ചത് എന്നുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടോ അനുവാദം വാങ്ങിയിട്ടൊന്നും അല്ല ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. നേരത്തെ ഇത്തരം കാര്യങ്ങളിൽ പോലീസിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിക്കലാശത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ഈ കുട്ടിക്കലാശം നമ്മൾ കരുതുന്നത് പോലെ നഗര കേന്ദ്രീകൃതമാണ്, ഓരോ വാർഡിലും കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷത്തിനിടെ സംഭവിച്ച പ്രവർത്തകരുടെ ഒരു ആവേശം എന്ന് മാത്രമാണ് നേതാക്കൾ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അവർക്ക് അബദ്ധം പറ്റിയതാണ്, അത് അവരുടെ ഒരു പരിചയക്കുറവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഒഴിഞ്ഞു മാറുന്നത്. ഇതേ കാര്യത്തിൽ ഇനി ആവർത്തിക്കില്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷക്കാർ പറയുന്നത് പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല. കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് പരാതി കൊടുത്തത് ഇനി വേറെ അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊരു
മയപ്പെട്ട നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇവിടെയൊക്കെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം കാണിച്ചു കൂട്ടുന്ന ആവേശം അത് വലുതാണ്. നമ്മൾ സാധാരണ ഒരാൾ ഒരു വഴിയിലൂടെ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളും അത്രമാത്രം ആവേശമൊക്കെയാണ് പാർട്ടിക്കാർക്ക് ഉണ്ടാവുക. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു മാതൃകാപരമായ രീതിയിലുള്ള നടപടി ഇവിടെ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. അത് പാർട്ടി നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടിലാണ് മറ്റുള്ളവരുള്ളത്. പോലീസിനെ സംബന്ധിച്ച് പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് ഈ കുട്ടികൾ നടപടി എടുക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് അവർ പറയുമ്പോൾ ഉചിതമായ നടപടി എടുക്കേണ്ടത് ഇവർക്ക് മുകളിലുള്ള പാർട്ടി നേതൃത്വം തന്നെയാണ്. അവർ ഉപദേശിച്ചിട്ടുണ്ട്, ഗുണദോഷിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും മറ്റുള്ളവർക്ക് ഇനി ഇത്തരത്തിലുള്ളൊരു കാര്യം ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി എടുക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.